വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാൻ പൂജപ്പുര ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത് വൻ സുരക്ഷാ വീഴ്ചക്ക് തെളിവ്. UTB ബ്ലോക്കിലെ ശുചിമുറിയിലാണ് ജീവനെടുക്കാൻ ശ്രമിച്ചത്. ഉണക്കാനിട്ടിരുന്ന മുണ്ടുപയോഗിച്ചാണ് തൂങ്ങിയത്. ഡ്യൂട്ടി ഉദ്യോഗസ്ഥൻ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് അഫാൻ ശുചിമുറിയിൽ തൂങ്ങിയത് കണ്ടത്. ഉടൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഒപ്പമുണ്ടായിരുന്ന തടവുകാരൻ ഫോൺ ചെയ്യാൻ പോയ സമയത്താണ് ആത്മഹത്യാ ശ്രമം. എല്ലാ സമയവും നിരീക്ഷണം ഉറപ്പാക്കേണ്ട പ്രതിയായിരുന്നു അഫാൻ. എന്നാൽ സെല്ലിലെ മറ്റൊരു തടവുകാരനെ ജയിൽ അധികൃതർ നിരീക്ഷണത്തിന് നിയോഗിച്ചു. ഇയാൾ മാറുമ്പോൾ പകരം സംവിധാനമുണ്ടായില്ല. ഇത് ഉപയോഗപ്പെടുത്തിയാണ് അഫാന്റെ ആത്മഹത്യാ ശ്രമം. CCTV നിരീക്ഷണം പോലും ഉണ്ടായിരുന്നില്ല. UTB എന്നത് പ്രത്യേക ബ്ലോക്കാണ്. മാവോയിസ്റ്റ് തടവുകാരും പ്രശ്നക്കാരുമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അഫാനൊപ്പം തടവുകാരനെയും താമസിപ്പിച്ചിരുന്നു. ഞായറാഴ്ച തടവുകാർക്ക് ഫോൺ ചെയ്യാനും TV കാണാനും അവസരമുണ്ട്. 2 പ്രിസൺ ഓഫീസർമാരും അവിടെ ഉണ്ടായിരുന്നു. കൂടെയുള്ള തടവുകാരൻ ഫോൺ ചെയ്യാൻ പോയ തക്കത്തിന് ഉണക്കാനിട്ടിരുന്ന മുണ്ടെടുത്ത് അഫാൻ ശുചിമുറിയിൽ കയറി. ആ ശുചിമുറിക്ക് സ്ഥിരമായി ഡോർ ഉണ്ടായിരുന്നില്ല. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ശുചിമുറിയിലെ ഇരുമ്പ് കമ്പിയിലാണ് തൂങ്ങാൻ ശ്രമിച്ചത്. അതിനിടെ വലിയ ഞെരുക്കവും മറ്റും അടുത്തുള്ള ജയിൽ ജീവനക്കാർ കേട്ടു. ഓടിയെത്തിയപ്പോൾ തൂങ്ങി നിൽക്കുന്ന അഫാനെയാണ് കണ്ടത്. ഇതോടെ ഇയാൾ ബഹളം വെച്ചു. ഉടൻ മറ്റ് തടവുകാരടക്കം ഓടിയെത്തി. കെട്ടിയഴിച്ച് താഴെയിറക്കി അഫാനെ ആശുപത്രിയിൽ ആംബുലൻസിലെത്തിച്ചു. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു അപ്പോൾ അഫാൻ. ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. തലച്ചോറിലേക്കുള്ള ഓക്സിജന്റെ അളവിൽ വലിയ കുറവുണ്ട്. ഇതാണ് ആശങ്കയാകുന്നത്. പക്ഷേ അഫാന്റെ പ്രായവും ആരോഗ്യവും ഈ അവസ്ഥയെ മറികടക്കാൻ സഹായിക്കുമെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. കൃത്യമായ ആസൂത്രണം ആത്മഹത്യാശ്രമത്തിൽ അഫാൻ നടത്തിയെന്ന് വ്യക്തമാണ്. അതിനിടെ ജയിലധികാരികളിൽ നിന്നും വീഴ്ചയൊന്നും ഉണ്ടായില്ലെന്ന വിശദീകരണവും പുറത്തുവരുന്നുണ്ട്. പണം ഞങ്ങൾ തരും. പൂജപ്പുര സെൻട്രൽ ജയിലിൽ UT ബ്ലോക്കിലാണ് അഫാൻ. രാവിലെ 11 മണിയോടെ ശുചിമുറിയിൽ പോകണമെന്ന് അഫാൻ ജയിലധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് ജയിൽ വാർഡൻ അഫാനെ ശുചിമുറിയിലെത്തിച്ചു. ഇതിനിടെയാണ് അഫാൻ ഉടുത്തിരുന്ന മുണ്ടുപയോഗിച്ച് തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത്. വാർഡൻ ഇത് കാണുകയും ഉടൻ തന്നെ ജയിലധികൃതരെ വിവരമറിയിക്കുകയും ചെയ്തു. 11:25 അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നുവെന്നാണ് ഈ വിശദീകരണം. എന്നാൽ അഫാൻ ഉടുമുണ്ട് കൈക്കലാക്കി തൂങ്ങാൻ പോയെന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിശ്വസനീയമായ വിവരം. നിർമ്മാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ അഫാനെതിരെ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. സഹോദരനും കാമുകിയുമടക്കം 5 പേരെ കൂട്ടക്കൊല ചെയ്ത കേസിലെ പ്രതിയായ അഫാൻ നിലവിൽ പൂജപ്പുര ജയിലിൽ വിചാരണ തടവുകാരനാണ്. സഹോദരൻ അഹ്സാൻ, പെൺസുഹൃത്ത് ഫർസാന, പിതൃസഹോദരൻ ലത്തീഫ്, ഭാര്യ സാജിദ, പിതൃമാതാവ് സൽമാ ബീവി എന്നിവരെയാണ് അഫാൻ തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. 23 വയസ്സ് മാത്രം പ്രായമുള്ള അഫാന്റേത് അസാധാരണമായ പെരുമാറ്റമായിരുന്നു എന്ന് കൊലപാതകത്തിന് ശേഷം അഫാനെ അടുത്തറിയുന്നവർ തന്നെ പറഞ്ഞു.